പാലക്കാട്ടെ ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത്ത് കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കൊലപാതക കാരണം രാഷ്ട്രീയ വിരോധമാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെയാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, രാഷ്ട്രീയ വിരോധം തന്നെയാണ് കൊലപാതക കാരണം എന്നതാണ് കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഇവരും ചുമത്തപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന് 10 പേരുടെ മാത്രമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കാരണം അവരെല്ലാം തന്നെ നേരത്തെ അറസ്റ്റ് ചെയ്ത് 90 ദിവസം ആകുന്നു. അതിന്റെ ഉള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അവർ ജാമ്യത്തിലിറങ്ങും എന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കേസിൽ ആകെ 20 പ്രതികളാണ് ഉള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത്. അതിൽ 10 പേരുടെ പേരിലുള്ള കുറ്റമാണ് ഇപ്പോൾ ചുമത്തി ഭാഗികമായി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഈ കേസ് നടന്നത് നവംബർ 15-നായിരുന്നു. അന്ന് സഞ്ജിത്തും ഭാര്യയും പാലക്കാട് നഗരത്തിലേക്ക് ബൈക്കിൽ വരുമ്പോഴാണ് SDPI പ്രവർത്തകർ വാഹനം തടഞ്ഞു നിർത്തി സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 5 പേരാണ് കൃത്യത്തിൽ പങ്കെടുത്തത്. 5 പേരെയും പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ഗൂഢാലോചനയിലും പ്രതികൾക്ക് ഒളിവിൽ താമസിക്കാൻ സൗകര്യം ചെയ്തതിലുമെല്ലാം മറ്റ് 5 പ്രതികൾ കൂടിയുണ്ട്. ഇവരുടെ കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. മറ്റ് പ്രതികളെ ഇനിയും 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അവരെ കണ്ടെടുക്കുകയും പിന്നീടുള്ള മറ്റു പ്രതികളുടെ ഭാഗികമായി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യും. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.